എന്തോ നടത്തിയത്? സത്യേട്ടാ, ഇന്നലെ പ്രകാശൻ സ്റ്റേഷനിൽ വന്നിരുന്നോ? ഏത് പ്രകാശൻ? രാധികയുടെ അനിയൻ പ്രകാശൻ. ഏത് രാധിക? പഞ്ചായത്ത് ഓഫീസിലെ ക്ലർക്ക് രാധിക. ആ, അത് വന്നിരുന്നു തോന്നുന്നു. എന്നിട്ടെന്താ? വന്നിട്ട് തിരിച്ചു പോയി. എന്തിനാ പ്രകാശൻ വന്നത്? എന്തോ പരാതി കൊടുക്കാനോ അങ്ങനെ എന്തോ ആണ് വന്നത്. എന്നിട്ട് പരാതി തന്നോ? തന്നു, പക്ഷെ ഞാൻ വാങ്ങിയില്ല. കാരണം എനിക്ക് വാങ്ങണ്ടെന്ന് തോന്നി. എന്തൊരു കഷ്ടോ സത്യേട്ടാ. ഈ രാധിക എന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാ. ഓഫീസിലെ എന്ത് സഹായത്തിനും എന്റെ കൂടെ നിൽക്കുന്ന ആള്. അവളുടെ അനിയനൊരു പ്രശ്നം വന്നപ്പോ അവൾ എന്നെ വന്ന് കണ്ടു. വേറൊന്നുമല്ല, ഈ പ്രകാശന്റെ വീടിന്റെ വഴിയിലേക്ക് അയൽവക്കക്കാരൻ മതില് കെട്ടി. അതിന് പോലീസ് സ്റ്റേഷനിലല്ലാതെ എവിടെ പരാതിപ്പെടേണ്ടത്? പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് പരാതി തരേണ്ടത്. അതറിയാവുന്നതുകൊണ്ടാണ് രാധിക എന്നെ വന്ന് കണ്ടത്. എന്റെ ഭർത്താവാണല്ലോ സ്റ്റേഷൻ ഭരിക്കുന്ന ഏമാൻ. പ്രകാശനോട് സത്യേട്ടനെ വന്നൊന്ന് കാണാൻ ഞാൻ പറഞ്ഞു. സത്യേട്ടനെ സഹായിക്കുമെന്ന്. നന്നായി. എന്നിട്ട് സത്യേട്ടൻ എന്താ ചെയ്തത്? പ്രകാശിന്റെ പരാതി കേൾക്കാൻ പോലും തയ്യാറാവാതെ അവനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കി വിട്ടു. ഞാൻ ഇനി രാധികയുടെ മുഖത്ത് എങ്ങനെ നോക്കും? സാധാരണ നീ എങ്ങനെയാണോ നോക്കിയിരുന്നത് അതുപോലെ അങ്ങ് നോക്കിയാൽ മതി. എന്റെ വായിന്നൊന്നും കേൾക്കരുത്. എന്തിന്റെ പേരില സത്യേട്ടൻ പ്രകാശിനെ ഇറക്കി വിട്ടത്? സ്റ്റേഷനിൽ വന്ന പരാതിക്കാരനെ പരാതി വാങ്ങാൻ പോലും തയ്യാറാവാതെ ഇറക്കി വിടാൻ സത്യേട്ടന് ആരാ അധികാരം തന്നത്? വകതിരിവില്ലാതെ സ്റ്റേഷനിൽ കയറി വന്നാല് ഇറക്കി വിടുക എന്ന് മാത്രമല്ല, വേണ്ടി വന്ന കരണക്കുട്ടി നോക്കി രണ്ടെണ്ണം പൊട്ടിക്കുകയും ചെയ്യും. എന്ത് വകതിരിവില്ലായ്മയാ പ്രകാശൻ കാണിച്ചത്? കള്ളം കുടിച്ചിട്ടല്ല സ്റ്റേഷനിൽ കയറി വരാനുള്ളത്. സത്യേട്ടാ, മദ്യപിച്ച് സ്റ്റേഷനിൽ വരാൻ പാടില്ലെന്ന് നിയമം വല്ലതും ഉണ്ടോ? പരസ്യമായി മദ്യപിക്കരുതെന്ന് നിയമമുണ്ട്. മദ്യപിച്ച് വാഹനം ഓടിക്കരുതെന്ന് നിയമമുണ്ട്. പ്രകാശ് ഇത് രണ്ടും ചെയ്തിട്ടില്ല. ബാറിൽ പോരുന്ന് കള്ളു കുടിച്ചപ്പോ അയാൾക്ക് പരാതി തരണമെന്ന് തോന്നി സ്റ്റേഷനിൽ വന്നു. കള്ളുകൂടി എന്റെ പരാതി ഞാൻ കേൾക്കാറില്ല. അങ്ങനെ പറഞ്ഞാ എങ്ങനെയാ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഒരാള് വീട്ടിലിരുന്നോ ബാറിലിരുന്നോ മദ്യപിച്ചു. അയാള് പുറത്തിറങ്ങിയപ്പോ ആരോ അയാളുടെ പോക്കറ്റ് അടിച്ചു. അയാൾ നേരെ സ്റ്റേഷനിൽ ഒന്ന് പരാതി പറയണ്ടേ? അയാള് മദ്യപിച്ചോണ്ടാണല്ലോ അയാളുടെ പോക്കറ്റ് അടിച്ചത്. അപ്പൊ അയാൾക്ക് അങ്ങനെ തന്നെ വേണം. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ. മദ്യം നിരോധിച്ചിട്ടില്ലാത്ത ഒരു നാട്ടില് മദ്യപിക്കുന്നത് എങ്ങനെ കുറ്റമാവും? എന്റെ സ്റ്റേഷനിൽ അത് പറ്റില്ല. സ്റ്റേഷൻ സത്യന്റെ കുടുംബാംഗ സ്വത്തൊന്നും അല്ലല്ലോ. ഡ്യൂട്ടിക്കിടയിൽ സത്യന്റെ സ്റ്റേഷനിലെ പോലീസുകാർ മദ്യപിച്ച അത് ചോദിക്കാൻ സത്യന്റെ അവകാശമുണ്ട്. ഈ നാട്ടുകാർ മദ്യപിക്കുന്നത് ചോദിക്കാൻ എന്താ അവകാശമുണ്ട് സത്യേട്ടന്? ആർച്ചേ, എനിക്ക് അറിയാൻ വയ്യാത്തോണ്ട് ചോദിച്ചാണ്. ഒരു കുടിയന് വേണ്ടി നീ എന്തിനാ എത്ര വക്കാലത്ത് പറയണേ? അതും ജീവിതത്തിൽ ഇന്നേ വരെ മദ്യം കൈകൊണ്ട് തൊട്ടിട്ടില്ലാത്ത എന്നോട്. ഓ, അത് അത്ര വലിയ കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. കുടിക്കാതിരിക്കുന്നതോ? ആ, ഇഷ്ടമുള്ളവര് കുടിക്കും, ഇഷ്ടമില്ലാത്തവര് കുടിക്കില്ല. നീ ഇത് പറയും. ചില്ലറ കുടിയന്മാരല്ലോ നിന്റെ കുടുംബത്തിലുള്ളത്. ഓ, ഒന്നാമതായിട്ടൊരു അമ്മാവനുണ്ട്. അയ്യോ, 24 മണിക്കൂറും ഫിറ്റാ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ കല്യാണത്തിന്റെ അന്ന് അങ്ങനെ ആടിക്ക് ഫിറ്റായിട്ട് ഡാൻസും കളിച്ച് ഉടുമുണ്ടൊരിഞ്ഞ് തലയെ കെട്ടിയത്. പിന്നെ ഒരു ചേച്ചിയുടെ ഭർത്താവുണ്ട്, ഒരു വില്ലേജ് ഓഫീസർ. പറയുമ്പോൾ ഭയങ്കര വില്ലേജ് ഓഫീസറാ. പക്ഷെ എപ്പോൾ എവിടെ ചെന്നാലും അയാൾക്ക് ഒറ്റ ചോദ്യമുള്ളൂ, ഒരു പെഗ് കഴിക്കുന്നു. നമ്മളൊക്കെ സാധാരണ ഒരാളിനെ കണ്ട ഒരു ചായ കുടിക്കുന്നതെന്ന് ചോദിക്കും. ഇയാള് ബിസ്കറ്റ് വേണോ ബ്രാൻഡി വേണോ? അവര് കുടിക്കുന്ന അവരുടെ പൈസ കൊണ്ടല്ലേ. സത്യേട്ടനോട് പൈസ ഒന്നും ചോദിച്ചില്ലല്ലോ. ആർച്ച്, നിനക്കിപ്പോ എന്താ വേണ്ടേ? പ്രകാശിന്റെ പ്രശ്നത്തിൽ ഇടപെടണം. അവനോട് മദ്യപിക്കാതെ മര്യാദയ്ക്കൊന്നും തന്നെ കാണാൻ പറയും. പോയി നോക്ക്, എന്നാ കാണാൻ വന്നതായിരിക്കും. മെമ്പറെ, സാറില്ലേ ഇവിടെ? എന്തിനാ പവിത്ര? ഞാനൊരു കേസിന്റെ കാര്യം പറയാൻ വേണ്ടിട്ടായിരുന്നു. അയ്യോ, അപ്പൊ പവിത്രനെ അറിഞ്ഞില്ലേ? സത്യേട്ടന്റെ SI പണി രാജിവെച്ചു. ഇന്നലെ സത്യേട്ടന് ചേരുന്ന പണി ഉപദേശിയുടെ പണിയാണെന്ന് അറിഞ്ഞപ്പോ സത്യേട്ടൻ രാജിവെച്ചു. ഇപ്പൊ ഉപദേശി സത്യപാലൻ എന്നറിയപ്പെടുന്നേ. ഉപദേശം വല്ലതും ഉണ്ടെങ്കിൽ ചോദിച്ചോ, വിളിക്കണോ? മെമ്പർ എന്നാ ഈ പറയുന്നത്? എനിക്ക് അങ്ങനെ മനസ്സിലാവുന്നില്ല. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരിട്ട് ചോദിച്ചോ. സത്യേട്ടാ, പവിത്ര വന്നിരിക്കുന്നു. മെമ്പറെ, ശരിക്കും സംഭവം എന്നാ? എനിക്ക് അങ്ങോട്ട് പിടുത്തം കിട്ടുന്നില്ല. എന്നാ സംഭവം എന്നാ അത് പറ. എനിക്കും. സാറേ, എന്നാ സംഭവം എന്നാ? സാറ് ജോലി രാജിവെക്കാൻ പോന്ന് പറഞ്ഞിട്ട്? അല്ല, മെമ്പറാ പറഞ്ഞത് പോലീസിലെ ജോലി രാജിവെച്ചിട്ട് ഉപദേശിയാകാൻ പോവാണെന്നൊക്കെ പറഞ്ഞു. എന്നെ സംഭവം എന്നാ? നീ ഉപദേശിയാൻ പോകുന്നത് എവിടെ തന്ത? ഞാനിപ്പോഴും പോലീസിൽ തന്നെ ഉണ്ട്. പവിത്ര വന്ന കാര്യം പറ. സാറേ, ഞാനൊരു പരാതി പറയാൻ വേണ്ടിട്ട് വന്നായിരുന്നു. അയ്യോ, പരാതിയാണോ? അതെ. എനിക്ക് ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പവിത്ര മദ്യപിച്ചിട്ടുണ്ടോ? ഞാനോ? ഇല്ല. ആ, മദ്യപിച്ചവരുടെ പരാതി സാറ് കേൾക്കൂല. പരാതി പറയാൻ വരുന്നവര് മദ്യപിച്ചിട്ടില്ലാന്ന് സാറിന് ആദ്യം ബോധ്യപ്പെടുത്തണം. അങ്ങനെയൊക്കെ ഉണ്ടോ? ബ്ലഡ് ടെസ്റ്റ് വല്ലതും വേണോ സത്യേട്ടാ?
അതെ, ഒരാൾ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി എനിക്ക് രക്തപരിശോധന നടത്തണ്ട. എന്റെ പരിസരത്ത് വരുമ്പോ തന്നെ എനിക്ക് അറിയാൻ പറ്റും. എന്റെ മൂക്കിനെ കുറിച്ച് നടക്കാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടാ. വെറുതെ അല്ല സത്യേട്ടന്റെ സ്റ്റേഷനിൽ പോലീസ് നായി ഇല്ലാത്ത, പകരം SI ഉണ്ടല്ലോ. ശേഷം നിങ്ങളൊന്ന് നിർത്തിക്കേ. നിങ്ങൾ ചുമ്മാ അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെ കാര്യം എന്നാന്ന് വെച്ചാൽ തെളിച്ചു പറ, എന്നല്ലേ എനിക്ക് മനസ്സിലാവത്തുള്ളൂ. ആ ക്ലർക്ക് രാധികയുടെ അനിയൻ പ്രകാശൻ ഇന്നലെ പരാതിയുമായിട്ട് സത്യേട്ടനെ കാണാൻ സ്റ്റേഷനിലായിരുന്നു. അവൻ മദ്യപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പരാതി വാങ്ങാതെ അവനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കി വിട്ടു. മദ്യപിച്ചിട്ടല്ല സ്റ്റേഷനിൽ വരാനുള്ളത്. മദ്യപിച്ചിട്ട് അമ്പലത്തിലേക്ക് പള്ളിയിലേക്കൊന്നും അല്ലല്ലോ വന്നത്, സ്റ്റേഷനിലേക്കല്ലേ? അല്ല പവിത്ര, ഇപ്പോഴത്തെ കാലത്ത് കുറച്ചെങ്കിലും മദ്യപിക്കാത്തവരാരുണ്ട്? ശരിയാ, ഞാനുണ്ട്. ഞാൻ ആറുണ്ടായിരിക്കും, പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അത്യാവശ്യം എല്ലാരും മദ്യപിക്കുന്നവരൊക്കെ തന്നെ ഉണ്ട് ഇവിടെ. അങ്ങനെയുണ്ട്. പവിത്രം മദ്യപിക്കും? ഇല്ല, ഞാൻ അങ്ങനെ എപ്പോഴും ഒന്നും മദ്യപിക്കുകയല്ല. ഇടയ്ക്ക്, അതും സ്വന്തം കാശ് കൊടുത്ത് മേടിക്കുകയല്ല. ആരെങ്കിലും മേടിച്ചു തരുവാണെന്നുണ്ടെങ്കിൽ ഓസറ് കിട്ടിയാൽ 2 അടിക്കും. അപ്പൊ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പവിത്രം എന്നും മദ്യപിക്കും അല്ലേ? അല്ല, എന്നും ഒന്നുമില്ല, വല്ലപ്പോഴും വല്ല കമ്പനിയൊക്കെ കൂടുമ്പോൾ അതൊക്കെ രസമല്ലേ. 2 അടിച്ച് 2 പാട്ടൊക്കെ പാടി ഒരു കമ്പനിയൊക്കെ അടിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു രസമാ. ഇതൊക്കെ ആരോട് പറയാനാ പവിത്ര? സ്റ്റേഷനിൽ പോയി കള്ളന്മാരെ ചീത്ത വിളിക്കുക, വീട്ടിൽ വന്ന് ഭാര്യയുടെ മെക്കിട്ട് കയറുക, ഇതൊക്കെയാ ജീവിത ലക്ഷ്യം എന്ന് വിചാരിക്കുന്നവരോട് ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്റെ സാറേ, ഈ നിസാര കാര്യമൊക്കെയാണോ നിങ്ങൾ വലിയ സംഭവം എന്നും പറഞ്ഞിട്ട് ഈ കുട്ടിക്കൊഴിച്ചു നടക്കുന്നത്? ആ പ്രകാശം വെറും പാവാ. അവൻ വല്ലപ്പോഴും 2 അടിക്കും. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. പവിത്ര ഇപ്പൊ എന്തിനാ വന്ന? ഞാൻ ആ സന്തോഷിന്റെ കേസിന്റെ കാര്യം ഒന്ന് പറയാൻ വേണ്ടിട്ട് വന്നേ. നേരെ ചെന്ന് പ്രകാശിനോട് പറയാ. അവൻ പാവല്ലേ, കള്ളുകൂടിയന് വക്കാലത്തുമായിട്ട് പോലീസുകാരന്റെ വീട്ടിൽ വന്നൊക്കെ അവൻ. അവിടെ എന്താ ചേച്ചി ഒരു ബഹളം? ഓരോ ദിവസം ഓരോ പ്രശ്നമല്ലേ. ഇന്നത്തെ വിഷയം കള്ളുകൂടിയാ. ആര് കള്ളു കുടിച്ച്? ആ, എന്റെ ഒരു പരിചയക്കാരൻ പ്രകാശൻ. അയാൾ ഒരു പരാതി പറയാൻ സ്റ്റേഷനിൽ ചെന്നു. അപ്പൊ 2 സ്മോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. സത്യേട്ടനാണെങ്കിൽ 1 കിലോമീറ്റർ അപ്പുറത്തെ കൂടെ കള്ളും കുടിച്ചു പോയാലും മണം പിടിക്കും. അയാളെ ഇനി പറയാനൊന്നുമില്ല. അത് ചോദിച്ചപ്പോ എന്നോട് പറയാ, കള്ളും കുടിച്ച് എന്നോട് സംസാരിക്കാൻ വരണ്ടാന്ന്. സത്യം പറയാലോ ചേച്ചി, വല്ലപ്പോഴും 2 പെഗ്ഗടിക്കുന്നവരെ എനിക്കിഷ്ടം. അവര് നല്ല രസവാ. ഒരു തുള്ളി പോലും കഴിക്കാത്തവർക്ക് മുരടന്മാരുടെ സ്വഭാവമായിരിക്കും. എനിക്ക് തോന്നുന്നു ഒരു തുള്ളി പോലും കഴിക്കാത്തോണ്ടായിരിക്കും സത്യപാലൻ സാറ് ഇത്ര ദേഷ്യവും വാശിയും ഒക്കെ കാണിക്കണം. സത്യേട്ടാ, നിനക്ക് ചിലപ്പോ രസം കാണിച്ചു തരാം. എന്ത് പറഞ്ഞാലും നീ ഒന്നും മിണ്ടണ്ട കേട്ടോ. ലതേ, നിനക്ക് കള്ളു കുടിക്കുന്ന ആളുകളോടാണോ കള്ളു കുടിക്കാത്ത ആളുകളോടാണോ ഇഷ്ടം? പറയേ. നീ പേടിക്കൊന്നും വേണ്ട, ഇത് പോലീസ് സ്റ്റേഷൻ ഒന്നുമല്ല, വീടാ. എനിക്ക് മദ്യപിക്കുന്നവരുടെ അടുത്ത് വെറുപ്പൊന്നുമില്ല. കേട്ടല്ലോ, മനുഷ്യരുടെ അഭിപ്രായങ്ങൾ എങ്ങനെയൊക്കെയാ. ഇവളെ പോലുള്ള ചെറുപ്പക്കാരികൾക്ക് മദ്യപിക്കുന്നവരെ ഇഷ്ടമെങ്കിൽ അതാണ് ട്രെൻഡ്. ലതേ, നിന്റെ പരിചയത്തിൽ ആരൊക്കെ മദ്യപിക്കും? അത് പിന്നെ ചില ദിവസങ്ങളിൽ അച്ഛനും ചേട്ടനും കൂടി ഒരു കുപ്പി എടുത്തോണ്ടൊന്ന് കുടിക്കും. നിന്റെ അച്ഛനും നിന്റെ ചേട്ടനും കൂടിയോ? അതായത് അച്ഛനും മോനും കൂടി ഇരുന്നിട്ട് നിങ്ങളെ പോലുള്ളവരെ ഈ നാട് നശിപ്പിക്കുന്നേ? ഇവളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആള് വല്ലപ്പോഴും കുടിക്കുന്നതിൽ ഇവക്ക് വിരോധമില്ലാന്ന്. ഓഹോ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, കല്യാണം കഴിഞ്ഞ് കുഞ്ഞ് ജനിക്കുമ്പോ പാല് കൊടുക്കുന്നതിന് വരും 1 സ്പൂൺ സ്മോളും കൂടെ കൊടുക്ക്. സത്യേട്ടനോട് ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സത്യേട്ടന്റെ ഇഷ്ടത്തിനനുസരിച്ചല്ല മറ്റുള്ളവർ ജീവിക്കുന്നേ, മനസ്സിലായോ? ഓ, അപ്പോ കൊള്ളാവുന്നൊരു കുടിയനെ കെട്ടാൻ കാത്തിരിക്കുകയാണ് ലത. സാറേ, വല്ലപ്പോഴും കുടിക്കുന്നവരെ എങ്ങനെ കുടിയനെന്ന് വിളിക്കാൻ പറ്റൂ? നിന്നെ പോലുള്ള കുറെ പരിഷ്കാരികൾ ഇറങ്ങിയിട്ടില്ലേ, അവരാണ് ഈ നാടിന് ശാപം. നീ നോക്കിക്കോ, നിന്നെ കെട്ടുന്ന ഒരുത്തനുണ്ടല്ലോ, അവനൊരു കുടിയനായിരിക്കും. അവൻ എല്ലാ ദിവസവും കുടിച്ചിട്ട് വന്നിട്ട് നിന്നെ പൂരെ തെറി വിളിച്ച് നിന്നെ എടുത്തിട്ട് ചവിട്ടി കൂട്ടും. അങ്ങനെ ഒരു 4-5 ദിവസത്തെ തെറിവിളിയും തൊഴിയും കഴിയുമ്പോ നീ പരാതി പറയാനായിട്ട് സ്റ്റേഷനിൽ എന്റെ മുമ്പിൽ വരും. അന്നേരം ഞാൻ ബാക്കി പറയാം കേട്ടാ. അവളോടെ കാര്യമായിട്ട് ഞാനോട് വർത്താനം പറഞ്ഞിട്ടുണ്ട്. എന്ത്? നോക്കിക്കോ, അവളെ കെട്ടുന്നത് ഒരു കുടിയനായിരിക്കും. അവന്റെ 4 തൊടിയും 2 ചവിട്ട് കിട്ടുമ്പോഴേ അവള് പഠിക്കും. കുടിക്കാത്ത ഭർത്താവുണ്ടായിട്ട് എന്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാ. നിനക്ക് എന്താ ഇപ്പോഴും ഒരു കുറവ്? എനിക്ക് എന്താ ഇവിടെ ഒരു കുറവില്ലാത്തത്? ആർച്ചേ, ഇന്നത്തെ കാലത്ത് മദ്യപിക്കാത്ത സൽസ്വഭാവിയായ ഒരു ഭർത്താവിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ നിന്റെ ഭാഗ്യമാണ്. കണ്ണുള്ളപ്പോ കാഴ്ചയുടെ വില അറിയില്ല എന്ന് പറയണില്ലേ, അത് ശരിയാ. അതാ ഇപ്പോൾ നിന്റെ അവസ്ഥ. ഡിപ്പാർട്ട്മെന്റിൽ എനിക്കുള്ള പേരെന്താന്ന് അറിയാമോ? മദ്യപിക്കാത്ത, കൈക്കൂലി വാങ്ങാത്ത, സൽസ്വഭാവിയായ ഒരു ഉദ്യോഗസ്ഥൻ. അങ്ങനെ എന്നെ പോലെ സത്യസന്ധനായ എത്ര പോലീസുകാരെന്ന് നിനക്ക് അറിയാം? പറയും. പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ മഹാ അത്ഭുതമാണ് ഞാനെന്നാ DYSP സാർ എന്നെ കുറിച്ച് പറയുന്നത്. പോലീസുകാരുടെ ഇടയിലല്ല, മനുഷ്യന്മാരുടെ ഇടയിലെ മഹാ അത്ഭുതമാണ് സത്യേട്ട. സത്യേട്ടാ,
കള്ള് കുടിക്കാതിരിക്കുന്നത് നല്ലത്. പക്ഷെ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് സത്യേട്ടൻ കരുതരുത്. ഇപ്പൊ പവിത്രം പറഞ്ഞു കേട്ടോ, കള്ളു കുടിക്കുന്നവരുടെ ഇടയിൽ നല്ല ആളുകളുണ്ട്. ആർച്ച, നീ ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നേ? ഞാൻ കള്ളൂടി തുടങ്ങണമെന്നാണോ? അതൊക്കെ സത്യേട്ടന്റെ ഇഷ്ടം.